നമ്മൾ ഇങ്ങനത്തെ അപകട വാർത്തകളൊക്കെ വായിക്കുമ്പോൾ പലതും വെറും ഒരു വാർത്തയായിട്ട് മാത്രം കണ്ടങ്ങാട് കണ്ണടച്ചു വിടല്ലേ. ഒരു കുടുംബമല്ലേ തകർത്തത് ആ ബസ് ഡ്രൈവർ. ഇതിൻ്റെ വിഷമം പോയവർക്കറിയാം. ഈ ഡ്രൈവർമാർക്ക് എന്താ ഇവന്മാരുടെയൊക്കെ ഉദ്ദേശം? ബസ്സിൽ 3-4 പേരുണ്ടാവുള്ളൂ. സ്റ്റാൻഡ്, അടുത്ത സ്റ്റാൻഡ്, ഇതാണ് ഉദ്ദേശിക്കുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഹെൽമെറ്റ് വെക്കാണ്ട് പോണ യാത്രക്കാരെ പിടികൂടുക, അതൊക്കെ ഓക്കെ, അത് മാറ്റി വെച്ചേക്കാം, വിഷയം മാറ്റി വെച്ചേക്കാം. ഇവന്മാരൊക്കെ നിയന്ത്രിക്കാൻ പോലീസിന് ഡൗട്ട് പറയും. എന്ത് സ്പീഡിലൊക്കെ ഈ ബസ് സ്റ്റാൻഡിൽ നോർത്തിലൊക്കെ വണ്ടി ഓടിക്കണം. വരാപ്പുഴയിലൊക്കെ കണ്ടിട്ടുണ്ടോ? പാലത്തിന് മുകളിൽ കൂടി ബസ് പോകാനാണ്. ആര് മരിച്ചാലും അപകടത്തിൽപ്പെട്ടാലും ജീവിതകാലം മുഴുവനും വികലാംഗരായി ജീവിച്ചാലും അവരവർക്ക് മാത്രമാണ് നഷ്ടം. യാത്രക്കാരെ കയറ്റാൻ പോലും ഇവന്മാരിക്കുന്ന നേരമില്ല. ബസ്സിൽ ഒരു കാലെടുത്ത് വെച്ച് അത് വെല്ലടിച്ച് ഓടി. ഒന്നാമത് വഴികളിലെ ബ്ലോക്ക്, കുണ്ടും കുഴിയും, അതൊക്കെ ശരിയാണ്. എന്നാലും മറ്റുള്ളവർ മനുഷ്യരല്ലേ വഴി കൂടെയൊക്കെ പോകണം. ഇത് ഗവൺമെൻറ്റിനെ ചെയ്യാൻ പറ്റുമല്ലോ. സാധാരണക്കാർ പോയാൽ അവന്മാർ വന്നിക്കിടും. പോയവർക്ക് പോയി. പാവം ചെക്കൻ, 18 വയസ്സ് മാത്രമേ ഉള്ളേ. ഇപ്പം എന്താ ചെയ്യുക? നമ്മുടെയൊക്കെ വിധി കുണ്ടും കുഴിയും അപകടങ്ങളും